സ്വാഗതം ശർമാജി. നമസ്കാരം. നമുക്ക് കത്ത് അയച്ചിരിക്കുന്നത് സീമയാണ്. പെരുമ്പാവൂരിൽ നിന്നാണ് കത്ത് വന്നിരിക്കുന്നത്. സീമ പറഞ്ഞിരിക്കുന്നത് മകന് വേണ്ടിയിട്ടാണ് ഞാൻ കത്ത് അയക്കുന്നത്. വിദേശത്ത് ഉപരിപഠനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നടക്കുന്നില്ല. പല തടസ്സങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മകന് വിദേശത്ത് ഒരു ഉപരിപഠനവും ജോലി എന്നിവയൊക്കെ നടക്കുമോ എന്നാണ് അറിയേണ്ടതെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. വിദേശത്ത് പഠിക്കാനും ഉപരിപഠനത്തിനുമൊക്കെ ഉള്ള യോഗമുണ്ട്. പഠിക്കാൻ മാത്രമല്ല, വിദേശ യാത്രയ്ക്കുള്ള യോഗം, വിദേശ പഠനത്തിനുള്ള യോഗം, ഉപരിപഠനത്തിനുള്ള യോഗം, അതുമായി ബന്ധപ്പെട്ട് ജോലി കിട്ടാനുള്ള യോഗങ്ങൾ, സാമാന്യം നല്ല വരുമാനമുള്ള ശമ്പളമുള്ള ജോലി കിട്ടാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ വിദേശത്ത് പഠിച്ച് ജോലി ഉള്ള ഏതെങ്കിലും കല്യാണ ബന്ധം നടക്കാനുള്ള യോഗങ്ങൾ, ഈ വക മുതലുകൾ കൊണ്ട് നാട്ടിൽ സാമാന്യം അന്തസ്സും അഭിമാനത്തോടെയും തലയുയർത്തി നിൽക്കാനുള്ള വലിയ കെട്ടിടം, അതുപോലെ മാന്യമായ സഭ്യമായ ജീവിതം, ഇവയ്ക്കൊക്കെ ഉള്ള ഒരു യോഗം, കേസരി എന്ന് പറയുന്ന യോഗമുണ്ട്. ഈ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും മൊത്തം ഗ്രഹനിലയിൽ ജനിച്ച ലഗ്നത്തിൻ്റെ ഭാഗ്യസ്ഥാനം ചൊവ്വാഗ്രഹം നിൽക്കുന്നു. അത് ബലക്ഷയത്തിൽ നിൽക്കുന്നു. ഒക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം, എല്ലാ മേഖലകളിലും രക്ഷപ്പെട്ട് വരുന്നവർ ആദ്യം പല കാര്യങ്ങളിൽ തടസ്സം വരുന്നവരായിരിക്കും. അത് പഠിത്തത്തിനും ജോലിക്കും, കല്യാണം, പ്രമോഷൻ, വീട് വെപ്പ്, വസ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം 1, 2, 3 തടസ്സങ്ങൾ വരുത്തിയിട്ടേ ഈ കേസരി യോഗക്കാരന് ബാക്കിയുള്ള പൂർണ്ണമായ ഫലം ലഭ്യമാകുള്ളൂ. എന്ന് വെച്ചാൽ ആരംഭ തടസ്സവും അതുപോലെ തന്നെ അതിൻ്റെ അന്ത്യ തടസ്സവും ഉണ്ടാവും. ഏത് കാര്യത്തിനും ആരംഭത്തിൽ തടസ്സങ്ങൾ വരുത്തുന്നതാണ് ഭാഗ്യരാശിയിൽ നിൽക്കുന്ന ഗ്രഹം. മൗഢ്യമാണെങ്കിൽ എന്തെല്ലാം യോഗനിലകളുണ്ടെങ്കിലും അവർക്ക് 2-3 തടസ്സങ്ങൾ വരുത്തി കണ്ണീര് കുടിപ്പിച്ചതിന് ശേഷം പിന്നീട് വാരിക്കോരി കൊടുക്കും. അപ്പോൾ 2-3 പ്രാവശ്യം വേണമെങ്കിൽ വെളിയിലോട്ട് പഠിക്കാനും അതിനു വേണ്ട ലോൺ എടുക്കാനും ഒക്കെ തടസ്സങ്ങളൊക്കെ വന്നതിന് ശേഷമേ നടക്കുന്നതാണ്. ആ പഠിത്തത്തിനും ഉപരിപഠനത്തിന് വീണ്ടും തടസ്സമുണ്ട്. അത് കഴിഞ്ഞാൽ ജോലിക്ക് തടസ്സം, കല്യാണത്തിന്, അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരു 2-3 തടസ്സങ്ങളും, കുറച്ച് പണനഷ്ടങ്ങളും, കുറച്ച് കാത്തിരിപ്പുകളും, കുറച്ച് മനോപ്രയാസവും, കുറച്ച് വഴിപാടും പ്രതിവിധികളും, കുറച്ച് ദാനധർമ്മങ്ങളും, കുറച്ച് പേരെ പഠിക്കുകയും രാഗിയും ഒക്കെ ചെയ്യണമെന്നുണ്ട്. ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് കുറച്ച് പേർക്ക് അന്നം കൊടുക്കണമെന്നുണ്ട്. അത് ഏത് വിധേനയാണെങ്കിലും അത് ചെന്നതിന് ശേഷമേ ആ കാര്യം നടക്കുകയുള്ളൂ. അതൊക്കെ പൂർവീകപരമായ ഏതെങ്കിലും അച്ഛനപ്പൂപ്പന്മാർ, അമ്മയമ്മൂമ്മമാർ, അവരുടെ മുന്നോറുകൾ ഒക്കെ ചെയ്തിരിക്കുന്ന നന്മ തിന്മകളെ അനലൈസ് ചെയ്ത് കുറച്ചൊക്കെ ഏതെങ്കിലും അന്യായമായ ധനമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറേ ഏതെങ്കിലും വിദേശത്തേക്കൊക്കെ ആരെങ്കിലും കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ കൊടുത്തു. അതും കൊണ്ട് മുങ്ങി. അത് കാത്തിരുന്ന് 1 കൊല്ലം പോയി. രണ്ടാമത് ആ മുങ്ങിയവൻ എവിടെയോ പൊങ്ങി. അവനെ വേട്ടയാടാനായിട്ട് പോലീസിൽ പരാതി കൊടുത്തു. അവന് അവസാനം അന്യരാജ്യം വിട്ടു. അപ്പോഴത്തേനും അടുത്തയാൾ കൊണ്ടുപോകാമെന്നുള്ള സ്വന്തക്കാരായി പറ്റിക്കുകയില്ലല്ലോ. പക്ഷേ അവർ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മഞ്ഞപ്പിത്തോ വേറെ എന്തെങ്കിലും വന്ന് തിരിച്ച് നാട്ടിലോട്ട് പോന്നു. അപ്പം കൊണ്ടുപോയ ആളിനെ കുറ്റമില്ല, നയാ പൈസ മുടക്കില്ല. മൂന്നാമത് സ്വന്തക്കാരും ഇല്ല, ബന്ധക്കാരും ഇല്ല, ആദ്യം പണം കൊടുത്തവരുമില്ല, അപ്രതീക്ഷിതമായിട്ടൊരു പോകാനുള്ള സാഹചര്യങ്ങൾ തെളിയുന്നു. ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഭാഗ്യരാശിയിലെ ചൊവ്വാഗ്രഹം 17 ഡിഗ്രിയിൽ സൂര്യഗ്രഹവുമായി മൗഢ്യത്തിൽ നിൽക്കുമ്പോൾ എന്തെല്ലാം യോഗങ്ങളുണ്ടെങ്കിലും ഭാഗ്യരാശിയിൽ ചൊവ്വയോ അല്ലെങ്കിൽ ചന്ദ്രനോ വ്യാഴഗ്രഹമോ ശുക്രനോ ബുധനോ ഇങ്ങനെയുള്ള പഞ്ചഗ്രഹങ്ങളിൽ ആരെങ്കിലും മൗഢ്യമുണ്ടെങ്കിൽ അവർക്ക് വെച്ച് നീട്ടും ഭാഗ്യങ്ങൾ തടസ്സപ്പെടുത്തി കളയും. അങ്ങനെ ആ തടസ്സപ്പെടുത്തിയിട്ട് കുറച്ച് കാശും സമയവും മനസ്സിൻ്റെ സന്തോഷം കളയിപ്പിച്ചിട്ടേ അവർക്ക് ആ കാര്യം സാധിച്ചു കൊടുക്കും. പക്ഷേ സാധിച്ചു കൊടുക്കും, പുറമെ എല്ലാ ഭാഗ്യങ്ങളും കൊടുക്കും. അതിനു മുമ്പ് ഇതൊക്കെ ഇങ്ങനെ ശകുനപ്പിഴകളൊക്കെ വരുത്തി ഒന്നുമല്ലേ നിരീശ്വരവാദിയാക്കി കളയും, അല്ലെ ഈശ്വര വിദ്വേഷിയാക്കി കളയും.
അല്ലെങ്കിൽ എല്ലാവരും ഒരു പിണക്കവും വിദ്വേഷമൊക്കെ ഉണ്ടാവും. ചില തണ്ണി അടിക്കാനൊക്കെ തുടങ്ങും. അങ്ങനെയൊക്കെ നിരാശയപ്പെട്ടിട്ട് വരും. ഇത് സ്ത്രീജനങ്ങൾക്കാണെങ്കിൽ അവരുടെ പഠിത്തം കാര്യങ്ങളൊക്കെ വരിക, കല്യാണമൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും മുറുകി വന്ന കല്യാണം തെറ്റിപ്പോവുക. എന്നിട്ട് അതുവരെ പ്രാർത്ഥനയും പള്ളിയും അമ്പലമൊക്കെ ആയിട്ട് നിന്നവർ പിന്നെ പോകത്തില്ല. ഇനി എനിക്കൊരു ഈശ്വരനും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പണങ്ങിപ്പോവും. പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിൽ ആരെങ്കിലും നമ്മുടെ പൂർവികന്മാർ ആർക്കെങ്കിലും വന്ന നന്മകൾ തടസ്സപ്പെടുത്തുകയോ അലങ്കോലപ്പെടുത്തുകയോ പിന്തിരിപ്പിക്കുകയോ ഒത്തിരി ഹേമദണ്ഡം വരുത്തിയിട്ടുണ്ടെന്നാണ്. അതിൻ്റെ പ്രായശ്ചിത്തത്തിന് ഈ നിരപരാധികളായ കുട്ടികൾ പണച്ചെലവും ആശയും മോഹങ്ങളും കുറേയധികം പാഴ്ചെലവാക്കിയിട്ടേ ആ കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. നിരപരാധികളാണെങ്കിലും ശിക്ഷ അനുഭവിക്കുന്നവർക്ക് അവരുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകളുടെ ഉപദ്രവങ്ങൾ കൊണ്ടാണ് ജോലി, പഠിത്തം, ആരോഗ്യം, കല്യാണം, അതുപോലെ ഭാഗ്യം, ഉന്നതി, ഉയർച്ച, വസ്തു, വീട്, വണ്ടി, സന്താനങ്ങൾ ഇങ്ങനെയുള്ളതിന് തടസ്സം വരുന്നതെന്നാണ് ജ്യോതിഷപരമായ ഉത്തരം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് പിതൃക്കൾക്ക് വേണ്ട കാര്യങ്ങൾ തിലഹോമം, തിലെന്ന് വെച്ചാൽ എള്ള്. സാധാരണ ഈ ബലികർമ്മങ്ങൾക്കൊക്കെ എള്ളാണ് ഉപയോഗിക്കുന്നത്. എള്ളിന് അതിവിശേഷമായൊരു കഴിവുണ്ട്. അതുകൊണ്ടുള്ള ഒരു കർമ്മത്തിനെയാണ് തിലഹോമം എന്ന് പറയുന്നത്. പിതൃക്കളെല്ലാം സന്തോഷിക്കും. പിതൃക്കൾ ചെയ്ത കുറ്റങ്ങളും കുറവുകളും ദൈവം അങ്ങ് സോൾവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് പേർക്ക് അന്നദാനമൊക്കെ ചെയ്യുക. കുഞ്ഞുങ്ങൾക്കോ പാവങ്ങൾക്കോ വികലാംഗങ്ങൾക്കോ അല്ലെങ്കിൽ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവരെ തേടിച്ചെന്ന് കൊടുക്കണം. പരസ്യത്തിന് വേണ്ടിയോ പത്രാസിന് വേണ്ടിയോ പ്രസിദ്ധിക്ക് വേണ്ടിയോ അന്നദാനമൊന്നും ചെയ്യരുത്. വസ്ത്രദാനവും ചെയ്യരുത്. ഔഷധദാനവും ചെയ്യരുത്. ബാക്ക്ഗ്രൗണ്ടിൽ അവരെ സഹായിക്കണം. നല്ലോണം വിശക്കുന്നവരും ദാരിദ്ര്യമുള്ളവരും ആത്മാഭിമാനമുള്ളവർ ചോദിക്കത്തില്ല. അവർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തവരെ അനുഗ്രഹിക്കണം. അങ്ങനെ വരുമ്പോൾ ഉള്ള തണുക്കും. തണുത്ത് കഴിയുമ്പോൾ ഈ പിതൃക്കളുടെ ശാപം തീരും. അതുകൊണ്ടാണ് പലരും കാര്യസാധ്യത്തിനും സദ്യയൊക്കെ നടത്തുന്നതും അതുപോലെ തന്നെ വസ്ത്രദാനം ചെയ്യുന്നതും പിറകെട്ടി കൊടുക്കുന്നതും അതും ഇതുമൊക്കെ ചെയ്യുന്നത്. അത് വിഷമിച്ച് ചെയ്യണമെന്നാണ്. അല്ലാണ്ട് ഇഷ്ടംപോലെ കോടികളുണ്ട്, അതിൽ നിന്നൊരു 100 രൂപ എടുത്ത് ഒരു ബിരിയാണി മേടിച്ചോ അല്ലെങ്കിൽ ദോശ മേടിച്ചോ അതുകൊണ്ടാവുന്നില്ല. വിഷമിച്ച് നമ്മൾ അധ്വാനിച്ച് അതിൽ നിന്ന് 1/4 ഭാഗം ദാനം. അതുപോലെ ഒരിക്കലെടുക്കുന്നതാണെങ്കിലും നാം കഴിക്കാനായിട്ട് ഉച്ചരിക്കുന്ന വിഭവങ്ങളുടെ തത്തുല്യമോ അതിന് മേലോട്ടോ വേറൊരാൾക്ക് കൊടുത്തിട്ട് വേണം ഒരിക്കലെടുക്കാനായിട്ട്. വിശപ്പിൻ്റെ വിളിയും മറ്റൊരാൾ വിശക്കുന്നതിന് അവർക്ക് വേണ്ട ആഹാരങ്ങളും മാന്യമായിട്ട് കൊടുക്കണം. അത് ക്യാമറയുടെ മുമ്പിൽ പേരെടുക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ പേരെടുക്കാനോ ആവരുത്. അല്ലാതെ തന്നെ സീക്രട്ടായിട്ട് കൊടുത്ത് അവരെ പുച്ഛിക്കാതെയും വണങ്ങി കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ആ ഒരിക്കലിനും മറ്റുമൊക്കെ ഉള്ള ഗുണങ്ങൾ കിട്ടുകയുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യുകയും ഈ പറഞ്ഞ പോലെ പിതൃക്കൾക്ക് തിലഹോമവും ചെയ്താൽ കണിശമായിട്ടും ഈ തടസ്സങ്ങൾ മാറി വെളിയിൽ പോകും. UK പോയി പഠിക്കാനും പാസ്സാവാനും നല്ല ശമ്പളത്തിൽ കയറാനും വലിയ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാനും നല്ല വീട്, ഫ്രിഡ്ജ്, കാറ്, AC എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ ഭൗതിക സമ്പത്തുകളും ആത്മീയ സമ്പത്തുകളൊക്കെ വാങ്ങാനും മനസ്സ് സന്തോഷിക്കാനും വിവിധ ബാങ്കുകളിൽ നിക്ഷേപത്തിനും കനകവേഷഭൂഷണാദികൾക്കും ഒക്കെ ഉള്ള ഭാഗ്യങ്ങൾ തെളിയും. ഇപ്രകാരമുള്ള പ്രതിവിധികളൊക്കെ ചെയ്യുക. നന്ദി, നമസ്കാരം.